പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ദുബായ് സന്ദർശകരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടിയതോടെ ഹോട്ടൽ നിരക്കിലും വൻ വർധന. ജനുവരിയിൽ മാത്രം ദുബായിലെത്തിയത് 10.94 ലക്ഷം വിനോദസഞ്ചാരികളാണ്. മുൻവർഷം ഇതേ സമയം 10.77 ലക്ഷം പേരാണ് എത്തിയത്. ജനുവരിയിലെ സന്ദർശകരുടെ എണ്ണത്തിൽ മാത്രം 9% വർധനയുണ്ടായി. വിനോദസഞ്ചാരം ഇപ്പോൾ അന്താരാഷ്ട്ര സന്ദർശക ചെലവിൽ $179.8 ബില്യൺ സംഭാവന നൽകുകയും പ്രാദേശികമായി 7.75 മില്യൺ തൊഴിലവസരങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സന്ദർശകരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് GCC രാജ്യങ്ങളാണ്. സഞ്ചാരികളുടെ വരവ് കൂടിയതോടെ ദുബായിലെ ഹോട്ടൽ മുറികളുടെ എണ്ണവും കൂടി. ആകെയുള്ള 831 ഹോട്ടലുകളിൽ 35% പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ്. ഒരു ദിവസം ഹോട്ടൽ താമസത്തിന് ജനുവരിയിൽ ഈടാക്കിയ ശരാശരി നിരക്ക് 683 ദിർഹമാണ്. ഇടത്തരം ഹോട്ടലുകൾ ഒരു ദിവസത്തെ താമസത്തിന് ഈടാക്കുന്നത് 576 ദിർഹമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഒഴിവാക്കുന്നത് ട്രംപ് പരിഗണിക്കുന്നു. ഇറക്കുമതി നികുതികളിൽ നിന്ന് ചില മേഖലകൾക്ക് ആശ്വാസം നൽകാനുള്ള ഭരണകൂടത്തിൻ്റെ ഏറ്റവും പുതിയ നീക്കമാണിതെന്നാണ് വിലയിരുത്തൽ. കാനഡയിലും മെക്സിക്കോയിലും ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫുകളിൽ നിന്ന് ചില കാർഷികോൽപ്പന്നങ്ങളെ ഒഴിവാക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഗണിക്കുന്നതായി പുതിയ കൃഷി സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് പറഞ്ഞു. കാർഷിക വ്യവസായത്തിനുള്ള പ്രത്യേക ഇളവുകൾ, അതായത് പൊട്ടാഷ്, വളം മുതലായവയ്ക്ക് നൽകുമെന്നാണ് പ്രതീക്ഷ. ട്രംപുമായി മറ്റ് സാമ്പത്തിക ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തുന്നതിനായി റോളിൻസ് വൈറ്റ് ഹൌസിലെത്തിയിരുന്നു. കൂടുതൽ ഇളവുകൾക്കായി വ്യവസായ എക്സിക്യൂട്ടീവുകളുടെ അഭ്യർത്ഥനയെ തുടർന്ന് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുള്ള ഓട്ടോമോട്ടീവ് ഇറക്കുമതിയിൽ 1 മാസത്തേക്ക് താരിഫ് വൈകിക്കുകയാണെന്ന് നേരത്തെ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. 2 വടക്കേ അമേരിക്കൻ അയൽക്കാർക്കും ഏറ്റവും വലിയ US വ്യാപാര പങ്കാളികൾക്കും ട്രംപ് 25% താരിഫ് ഏർപ്പെടുത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ഈ നീക്കങ്ങൾ. ശക്തമായ കാർഷിക താൽപര്യമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിയമനിർമ്മാതാക്കൾ US വിളകൾ വളർത്തുന്നതിന് നിർണായകമായ രാസവളങ്ങൾക്കും മറ്റു ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ഇളവുകൾ നൽകണമെന്ന് ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മിഡിൽ ഈസ്റ്റിലെ ആദ്യ AI ഡാറ്റാ സെന്റർ എന്ന സ്ഥാനം കുവൈറ്റിന് ലഭിക്കും. മൈക്രോസോഫ്റ്റുമായി ഇതിനുള്ള കരാറിൽ ഒപ്പിട്ടു. കുവൈറ്റ് സർക്കാരും മൈക്രോസോഫ്റ്റും തമ്മിൽ ഒരു സംയുക്ത കരാർ ഒപ്പുവെച്ചതായി കമ്മ്യൂണിക്കേഷൻ സ്റ്റേറ്റ് മന്ത്രി ഒമർ അൽ ഒമർ അറിയിച്ചു. ഇതിലൂടെ മിഡിൽ ഈസ്റ്റിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക പിന്തുണയ്ക്കുന്ന ആദ്യത്തെ ഡാറ്റാ സെന്റർ കുവൈറ്റിന് സ്വന്തമാകും. അമീറിന്റെയും കിരീടാവകാശിയുടെയും ഉന്നതമായ നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ നിരീക്ഷണത്തിനും കീഴിൽ വന്ന ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് അൽ ഒമർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.